ഇങ്ങനെ വാഴ 2 പോസ്റ്റ് ഇങ്ങനെ ഫീഡിൽ ഫില്ലായിക്കൊണ്ടിരുന്നിട്ടാണ് അവസാനം ഇന്നലെ പോയി എന്തായാലും ഇത് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോയി കണ്ടു. റിവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, വൺ ടൈം വാച്ച്, എനിക്ക് കണ്ടിരിക്കാൻ കുഴപ്പം തോന്നിയില്ല. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. നോട്ട് മൈ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മൂവി, നോട്ട് മൈ ടൈപ്പ് ഓഫ് മൂവി. എസ്പെഷ്യലി എല്ലാവർക്കും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയിട്ട് എനിക്ക് എന്തുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ചില കോമഡി ഒന്നും ഒട്ടും വർക്കായി. നമ്മളിപ്പം ആ തിയേറ്ററിൽ ഇരുന്ന് പോലീസുകാരനെ ചീത്ത വിളിക്കുന്ന സീൻ എനിക്കത് റിയലിസ്റ്റിക് ആയിട്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എനിക്കത് ഭയങ്കര ഓവറായിട്ട് തോന്നി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനൊരു പക്ഷേ കേരളത്തിലെ തിയേറ്ററുകളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, അറിയാം. ഇവിടെ ബാംഗ്ലൂർ ഇതുപോലുള്ള മൂവീസ്, സിനിപോളിസ്, PVR പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി കാണുമ്പോൾ വി ആർ നോട്ട് എക്സ്പീരിയൻസിങ് സച്ച് തിങ്സ്. അത് ഞാനിത് ബ്ലഫ് ചെയ്യുന്നതല്ല, ലൈക്ക് മേ ബി ദാറ്റ്സ് വൈ ഐ എം നോട്ട് കണക്ടിങ് എന്ന് പറഞ്ഞു. പിന്നെ അൽഫോൻസ് പുത്രൻ്റെ ആ ഒരു സ്റ്റാഫ് റൂം സീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ കുറച്ച് പണ്ടത്തെ ഒരു സ്റ്റൈലിൽ എന്ത് തോന്നി, ഓരോരുത്തരെ വിളിച്ചിട്ട് അവരെ ഇത് പറയുക, ആ ഒരു കോമഡീസ് ഒന്നും എനിക്ക് വർക്ക് ആയില്ല. എന്താണേലും ആ ബാത്റൂം കോമഡീസ് ഒന്നും. എനിവേ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ദ നെക്സ്റ്റ് തിങ്, അൽഫോൻസ് പുത്രൻ്റെ സ്റ്റേഷൻ സീൻ ആണെങ്കിലും കഴിഞ്ഞ വാഴയിലെ ആ ഒരു സ്റ്റേഷൻ സീൻ ഭയങ്കര റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പോലെ അതിന്റെ റിപ്പീറ്റ് പോലെ തോന്നി. പിന്നെ വളരെയേറെ ചിരിപടർത്തിയ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലംബിംഗ് സീനാണ്, ഒരു പ്ലംബർ വരുന്ന സീൻ. അതെന്താണെന്ന് എനിക്ക് ഒട്ടും കത്തിയില്ല. ഞാനിങ്ങനെ അപ്പുറം നോക്കായിരുന്നു എന്തിനാ ഇവരെല്ലാവരും കിടന്ന് ചിരിക്കുന്നതെന്നുള്ളത്. എനിക്ക് ആ ഒരു അച്ചാർ ഉണ്ടാക്കുന്ന സീന്, അച്ചാർ അത് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന സീന്, പിന്നെ ഒരു പാട്ടടിക്കുക, ഒന്നും പോവല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ദാറ്റ് ആൻഡ് ഓൾ. പിന്നെ ആ ഒരു റിസൾട്ട് വരുന്ന സീനൊക്കെ ഇറ്റ് വാസ് ഓബ്വിയസ്. സോ ഇതുപോലുള്ള കുറെ പ്രഡിക്ഷൻസ്, ഇൻഡ്യൂഷൻസ് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ട്. പിന്നെ ആ ഒരു ലാസ്റ്റ് സീനിൽ ആ ഒരു സിബ്ലിങ്ങിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന മരുന്ന് കൊടുക്കാതെ ഒരു സംഭവം എന്താണ് അവർ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് അവരെ അതായത് എപ്പോഴും സിബ്ലിങ്സ് ആണ് പ്രയോറിറ്റി, അതുകൊണ്ട് അവിടെ പോകാൻ വൈ ഹീസ് ഗെറ്റിംഗ് ലേറ്റ്, ദാറ്റ്സ് ഹിസ് പ്രയോറിറ്റി അറ്റ് ദാറ്റ് ടൈം. ആ ഒരു ടൈമിൽ മരുന്ന് എത്തിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. അവളെ അത് കഴിഞ്ഞിട്ട് വിളിച്ചാലും മതി അല്ലേ? ഐ ഡോണ്ട് നോ ബട്ട് ദാറ്റ്. അതായത് ഒറ്റയ്ക്കുള്ളവർക്ക് എപ്പോഴും ഒറ്റയ്ക്കാണ്, സിബ്ലിങ്സിനാണ് അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ നമ്മളെന്നും ഒറ്റയ്ക്കാണെന്നാണ് അവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തു. ആ റൊമാൻസ് ആൻഡ് ഓൾ ദോസ് തിങ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ പോലും മറ്റു പല കാര്യങ്ങൾ കുറച്ച് ഓവർബോർഡ് പോയ പോലെ തോന്നി. സോ ഇതെൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഒരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഓർ ഇഫ് യു ഹാവ് സെയിം ഒപ്പീനിയൻ, ഓഫ് കോഴ്സ് യു ഹാവ് ടു കമൻറ്റ് ബിലോ. ബൈ.